തമാശ കളിക്കങ്ങൾ. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ മദ്രസിലെ കുട്ടികളോട് ചോദിച്ചു, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന്. മദ്രസിലെ ഈ മൗലവിമാരെന്നാണ് ഈ ചെക്കന്മാരോട് ഞാൻ ചോദിച്ചത്, എല്ലാ കുട്ടികളെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഉസ്താദ ഖുർആന്റെ ഖായിദകൾ നിങ്ങൾക്കറിയുമോ? ഇൽഹാർ എന്താണ്, ഇഖ്ഫ എന്താണ്, ഇഖ്ലാബ് എന്താണ്, ഇദ്ഗാം എന്താണ്, ഉന്നത്ത് എന്താണ്? ഞാൻ വെല്ലുവിളിയോടെ ചോദിക്കുന്നു, അറിയാൻ സാധ്യതയില്ല. എന്താ ഇതിന് കാരണം എന്നറിയോ? മദ്രസി 4 കൊല്ലം സദവായിട്ട് പോലും സദർ മുദരിസെന്നാ പറച്ചില്. പോയിട്ട് പരിശോധിച്ച് നോക്കി, ഇടക്കോളത്തെ മുജാഹിദുകാരാ, ഇടക്കോളത്തെ ഫയലുണ്ടെങ്കിൽ പോയി പരിശോധിച്ച് നോക്കി. ആയി കാണങ്ങൾക്ക് BK അബൂബക്കർ അടക്കം സദർ മുദരിസ് ഒപ്പിട്ട് ഫയലൊക്കെ വെച്ചത് കാണാ. നിങ്ങളെടുത്ത് മാറ്റിക്കോ. എന്താ കാര്യം എന്നിട്ട്? അപ്പൊ ഈ തെജ്വീദ് എഴുതിക്കണേ ഇത് മുഅയ്യദ്ദീൻ ഉമരി എന്ന തിരുവിടങ്ങാടിക്കാരൻ, പഴയ തലമൂത്ത മുജാഹിദ് നേതാവ് KM മൗലവിന്റെ മകപ്പുറ അയാത്തിലുണ്ട്. അയാൾ മാത്രമേ തലയിലൊരു സാധനം വെക്കുള്ളൂ, തൊപ്പി വെക്കുന്ന ആള്. അയാൾ കണ്ടെങ്കിൽ വേൻ തിരിയും. അല്ല ഇപ്പൊ മറ്റേ വലിയ തലയെ കെട്ടി മുള്ളോറും കെട്ടുള്ളൂ. ഒന്നോ സെക്രട്ടറിയാൻ ദിവസം തലയെ കെട്ടി കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അതുപോലെ മറ്റേ ചങ്ങായിണ്ടല്ലോ സുഹൈൽ തുങ്കത്ര, അനങ്ങിയ ചീത്താളത്തിൽ ഖലീൽ തങ്ങളെ പറ്റി ഒരു ദിവസം പറഞ്ഞ അയാളെ 25,000 രാവിന് അവിടെ ഇപ്പോ മൗലവിയുടെ പ്രസിദ്ധീകരിച്ചു. 25,000 രാവിന്റെ അന്ന് നടക്കുന്ന ദിക്റിനെ പറ്റി പറഞ്ഞു. ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി നൗസാദ് ആശിന്റെ കൂടെ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ നമ്മൾ അടുത്ത് പോയി. അപ്പൊ അവിടെ ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചു പോയി എന്നറിയാള്. അപ്പൊ ഞാൻ ചോദിച്ചു, പൊന്നാരന്റെ സുഹൈർ മൗലവി കുപ്പ മാതണ്ട ഓട് കാട്ടുമാണ് നിങ്ങളെ പറ്റിയുള്ള ചരിത്രം മൂടി വെച്ചതാ. ഫറൂഖ് റൗളത്തുൽ ഉലൂമിന്റെ ഓട്ടന്റെ വിത്തികൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഒരുപാട് നാറുന്ന കഥകൾ അറിയാം. ഒരു സലാത്ത് എല്ലാം എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. 35-30 കൊല്ലായി റഷീദ് മൗലവിക്കും കഴിഞ്ഞിട്ടുണ്ടാവൂല. ഖുർആനില്ലേ സലാത്ത് എല്ലാ റസൂലുകളും ചെല്ലിന്ന് പഠിപ്പിക്കണില്ല ചോദിച്ചു. അതൊക്കെ ഉണ്ട്. സലാത്ത് നിങ്ങൾ ഈ ചെല്ലുന്ന സലാത്ത കളിയാക്കുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് നിങ്ങൾ പറഞ്ഞ സയ്യിദിന വേണ്ട, നിങ്ങൾ എത്ര ചെല്ലുന്നുണ്ട്? അത്തഹിയ്യാത്ത് ഓതുമ്പോൾ ചെല്ലാന്നല്ലാതെ ഒരു സലാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. കാരണം നിങ്ങൾക്ക് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളൽ ദിക്റില്ലല്ലോ. ഹക്കാണ് കഴിഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വാക്ക് പറയാൻ അള്ളാഹുവിന്റെ. ഇവരെ പഴയ KM മൗലവി ജയിച്ചു. ഒരു ദിക്റിന്റെ മജ്ലിസിന്റെയോ സലാത്തിന്റെ മജ്ലിസിന്റെയോ മുമ്പേ അൽ ഇർഷാദില് എന്ത് ചെയ്യത്? ഒരു സലാത്തിന്റെ മജ്ലിസിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ സ്വർഗത്തിന്റെ പൂന്തോപ്പിന്റെ അരിയിലൂടെ നിങ്ങൾ നടന്നു പോകണമെന്ന് പറഞ്ഞതാണ്. ഒരു മുജാഹിദുകാരൻ ഒരിക്കലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു ദിക്റ് ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തെ? എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അതിന് അവസരമില്ല. ദിക്റ് നിങ്ങൾ സ്വന്തം ചെല്ലിക്കോളി, കൂട്ടായ്മയോട്. എടോ നിങ്ങൾ ടെലിവിഷനിൽ നിന്ന് കാണുക റമളാനിക്ക്, എനിക്കറിയാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ വിമർശിക്കുന്ന നിങ്ങൾ ഇത് ചെയ്തിട്ടാണെങ്കിൽ മനസ്സിലാക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ കുട്ടികളോട് ഞാൻ ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്ക് എന്താ? ഞങ്ങൾക്ക് ഖുർആൻ എടുക്കാൻ അറിയില്ല, ഞങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് അത് തന്നെയാണ് ആ പഠിക്കുന്ന പഠിച്ചു വരുന്ന കുട്ടികളുടെ വിശ്വാസവും. കാരണം 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടിക്ക് ഹൈസ്കൂളിൽ പോകാനായി, 7ാം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് പോയി. UP സ്കൂളിലാണ് 4ാം ക്ലാസ് കഴിഞ്ഞ് UP സ്കൂൾ വിട്ടാണ് പിന്നീട് അയക്കൂല. കാരണം ഭൗതിക വിദ്യാഭ്യാസം. കാരണം ഇതൊക്കെ പയഞ്ചനല്ലേ. ഹക്ക് പറയാൻ ഉള്ളാഹി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് വളർന്നു വരുന്ന മുജാഹിദിന്റെ കുട്ടികൾക്ക് കൈ ഉയർത്തിയിട്ട് ആമീൻ എന്ന് പറയാൻ അത് പാഷനല്ല, അത് പയഞ്ചനാണ്. അതുകൊണ്ട് കാരണമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അത് സുന്നി ആചാരമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് സുന്നികളുടെ ആചാരമാണ്. ഒരൊറ്റ ഒന്നിന് സ്വന്തം ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എത്ര ആളുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ചോരും മടിച്ച പന്തുവരെ ബും തീർച്ചി. ഒരു റമളാനിക്ക ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് ഒഴിവാക്കി വന്നത്. അപ്പൊ റമളാനിക്ക് സുബൈക്ക് പള്ളിക്ക് ചെന്നാ എന്ത് ചെയ്യണം? ഖുർആന്റെ അഖിലുകാരാണല്ലോ. സുന്നിയാളെ പോലെ ഖുർആൻ തൊടാത്തൊരു മാലിം മൗലൂദിന്റെ ആൾക്കാരാണെന്നുള്ള അവര് പറഞ്ഞത്. മക്കളെ നിങ്ങൾക്ക് ഈ കഥയൊക്കെ പറഞ്ഞാല് നാടന കഥ. അതായത് ഞാൻ വിചാരിച്ചിരുന്ന നിസ്കാരം കഴിഞ്ഞാൽ നല്ല ഓത്തന്നായിരിക്കും, ചായ കുടിച്ചാൻ പോകാല്ലോ. ഞാനിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഒരുത്തങ്ങനെ കുറച്ച് നോക്ക്, അപ്പൊ മറ്റൊരൊക്കെ ഉണ്ട് ഇണിച്ചു പോകണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ എവിടേക്ക് ഈ പോകണം? ചായ കുടിച്ചാൻ പോവാ? അല്ല, ഖുർആൻ ഞങ്ങൾ പെരയെ പോയി തോന്നുന്നു. കാരണം ഓതാൻ വെച്ചാ അറിയില്ല. കാരണം നിങ്ങൾക്ക് പഠിപ്പിക്കണതല്ലേ. കാരണം നിങ്ങളൊന്ന് നോക്കൂ, ഇവിടെ അടുത്തുള്ള മുജാഹിദിന്റെ പള്ളികളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവർ ഖുർആന്റെ അഹ്ലുകാരാണല്ലോ. മുസാഹിബുകളൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും. പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവുന്ന നോക്കി വെള്ളിയാഴ്ച അൽക്കോഫ് സൂറത്ത് പോലും ഓതാൻ അറിയുന്ന കുട്ടികളില്ല. പഴയ വേഷന്മാരുണ്ടെങ്കിൽ മൂളിന്ന്
ഇന്നും അത് പാടില്ലായിട്ട് എത്ര ആളാ വരെ പള്ളിക്ക് ഖുർആൻ ഓതുന്നത്, അത് ആ സാധനം ഇരുന്നിട്ട് മണ്ണായിട്ടുണ്ടാകും. ഇവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നമസ്കാരത്തിന്റെ ഫറളും ഷർത്തും ഇവർ 14 ഉണ്ടെന്ന് പറഞ്ഞാൽ 9 പഠിക്കുന്നുള്ളൂ. അപ്പൊ ഇയാളെ എഴുതിയ ഈ തജ്വീദിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. മുഅയ്യദ്ദീൻ ഉമരി എഴുതിയ തജ്വീദിന്റെ ആമുഖം മൂപ്പര് കൊടുത്തിരിക്കുകയാണ്. അതിൽ എഴുതിക്കുകയാണ്, ഇത് പരിപൂർണമല്ല, ഞാൻ ഈ എഴുതിയ തജ്വീദ് പരിപൂർണമല്ല. ഇനിയിപ്പൊ ഇന്ന് മാറ്റിക്കണാവട്ടെ, ഇപ്പൊ ഞാൻ ആ സാധനം തൊട്ടുവെക്കലില്ല. അതുകൊണ്ട് എന്ത് വേണം, നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ വിശദമായിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ പഠിപ്പിക്കേണ്ട, ഇൽഹാറും ഇഖ്ഫായും ഇദ്ഗാമും ഒക്കെ ശരിക്ക് പഠിപ്പിക്കേണ്ട. പഠിപ്പിക്കാൻ പറഞ്ഞ മൗലിയുടെ ശരിയാത്. മൗലവിക്ക് ആദ്യം ആവും ഹാവും തിരിഞ്ഞിട്ടില്ല, റൂഫുകളുടെ അക്ഷരങ്ങൾ മഹാരിജികൾ എവിടുന്നാന്ന് അറിയില്ല, ഹൽക്കിന്റെ അക്ഷരം എത്രമാണെന്ന് അറിയില്ല. ഇവനാ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഈ കുട്ടിയാ 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടി സ്കൂൾ കണ്ടു, ഹൈസ്കൂളിൽ പോയി, പിന്നെ തീരെ അയക്കൂല. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പള്ളി ദർസ്? ഇന്ന് നിങ്ങൾ നോക്കൂ, AP-യിലാണെങ്കിലും EK-യിലാണെങ്കിലും ഓരോ പള്ളിയിലും ദർസും അത് പഠിപ്പിക്കാൻ പറ്റിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുമുണ്ട്. നിങ്ങൾക്ക് ഈ കുട്ടിക്ക് പിന്നെ എവിടെ പഠിപ്പിക്കണം? പൊട്ടൻ ആനെ കാണാൻ പോയേൽക്കാം, ഒന്നും തിരിയാതെ കുട്ടിയുണ്ട് പോകുന്നു. ഹയമിനെ പറ്റിയും നിഫാസിനെ പറ്റിയും ഇസ്തിഹാസത്തിനെ പറ്റിയും നിങ്ങൾ എവിടെ പഠിപ്പിച്ചു? തമാശ കളിക്കാൻ. നിങ്ങൾക്ക് നാളെ അള്ളാഹു ആ നരകത്തിന്റെ തീയിലിട്ട് നിങ്ങൾ കഴിക്കും. കാരണം ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്നും ഒരു വിരോധത്തിന്റെ പേരിൽ, റസൂലുള്ളാഹിയുടെ വിരോധത്തിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടി. റസൂലുള്ളാഹിയെ പറ്റി പറയുമ്പോൾ കഴി കയറിയപ്പ കേവി അബ്ദുൽ ലത്തീഫ് പറഞ്ഞു, സക്കരിയ പറഞ്ഞു, പിന്നെ കുല്ലിന്റെ മാനവസവും സാധാരണ മനുഷ്യൻ. ഇന്നത്തെ വെള്ളത് വഹി തന്നെ നേരത്തെ മറ്റേ മനുഷ്യൻ, പിന്നെ മറ്റേ മനുഷ്യൻ, ഇങ്ങനെയൊക്കെ കൂടി തീരെ കേട്ടുപോയിട്ട് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ എന്ത് തമ്മാടിത്താണ്.